ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ചേട്ടൻ്റെ ബാങ്കിലുള്ള സ്റ്റാഫ്സും അവരുടെ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. രാത്രി 10 മണിക്കാണ് ദേശമംഗലത്ത് നിന്ന് യാത്ര പുറപ്പെട്ടത്. ഇപ്പോഴിതാ 6 മണിയൊക്കെ ആയപ്പോൾ വാഗമണിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ കാണാനായിട്ട് പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. 10 മണി ആയപ്പോൾ തന്നെ അഡ്വഞ്ചർ പാർക്കിൽ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. വാഗമൺ മലനിരകൾ മൊത്തം ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായി നമുക്ക് കാണാനായിട്ട് പറ്റും. കുറച്ച് ധൈര്യമുള്ള എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിലേക്ക് കുറച്ച് ദൂരം നടന്നു പോകാനായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് ഷോപ്പുകളും കാണുന്നുണ്ട്. പൈൻ ഫോറസ്റ്റിലെത്തിയ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. നല്ല തിരക്കുമുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് വാഗമൺ മെഡോസിലേക്കാണ്. നടപ്പാതയുടെ 2 വഴിക്കുമായിട്ട് വളരെ മനോഹരമായിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഗമണിലെ മെഡോസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. മെഡോസിലെ ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് പട്ടം പറത്തലാണ്. അത് ചെറിയ കുട്ടികളോ വലിയവരോ എന്ന വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഡോസിലുള്ള ഈ സിപ്പ് ലൈൻ ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. സിപ്പ് ലൈന് 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ആകാശത്തിലൂടെ ഒട്ടും പേടിയില്ലാതെ പറക്കുന്നത് പോലെയാണ് തോന്നിയത്. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും വലിയവരും എല്ലാവരും കയാക്കിംഗ് ചെയ്യുകയാണ് ഇവിടെ. ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് അവസാനിച്ചത് കുരിശുമലയിലാണ്. കുത്തനെയുള്ള മലനിരകൾ ഒരുപാട് കയറി ചെന്നാൽ ഏറ്റവും മുകളിലാണ് പള്ളിയുള്ളത്. ഏകദേശം 1.5 കിലോമീറ്ററോളം മുകളിലേക്ക് കയറി ചെന്നാലാണ് പള്ളി കാണാനായിട്ട് സാധിക്കുക. ഞാനൊക്കെ പാതി വഴിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ചേട്ടനൊക്കെ മുകളിൽ പോയി തിരിച്ചു വരുന്ന വരവാണിത്. എന്തായാലും എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ച ഒരു ട്രിപ്പായിരുന്നു ഇത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.